എത്ര പറഞ്ഞാലും തീരാത്ത ഔഷധ ഗുണമാണ് മഞ്ഞളിനുള്ളത്. ജീവിതത്തിലെ രോഗാതുരമായ അവസ്ഥകളിലും ആരോഗ്യമുള്ള അവസ്ഥകളിലും മഞ്ഞൾ നമുക്ക് തുണയായിട്ടുണ്ട്. ഇന്നും ജീവധാരയിൽ മഞ്ഞളിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. യെല്ലോ എന്ന് ഇംഗ്ലീഷിൽ പേരുള്ള ഈ നിറത്തിന് മലയാളത്തിൽ മഞ്ഞ എന്ന് പേര് വന്നത് തന്നെ മഞ്ഞളിൻ്റെ ഈ മനോഹരമായ നിറം കൊണ്ട് തന്നെയാണ്. എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകുന്ന ഒരു നിറമാണ് മഞ്ഞ. ഭാരതീയരുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കറികൾക്ക് നിറം കൂട്ടിയും സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനും പുറമെ നമ്മളുടെ വയറ്റിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും മഞ്ഞൾ ഒരു വലിയ പരിഹാരമാണ്. ആൻറ്റി ടോക്സിക്കാണ്. ഇപ്പോൾ ഫുഡിലൊക്കെ എന്താ പറയുക, മഞ്ഞളില്ലാത്തത് കൂട്ടാൻ വളരെ വളരെ കുറവാണ്. അപ്പോൾ അതൊരു എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ അപ്സെറ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നാലും മഞ്ഞളിട്ട് ഒന്ന് മോര് കുടിക്കുക, മഞ്ഞളിട്ട് കഷായം, മഞ്ഞളിട്ട് കറികൾ കൂട്ടുക, അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ആൻറ്റി ടോക്സിക്കാണ് മഞ്ഞൾ. അതായത് അതെല്ലാം ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാണ് ഈ ആൻറ്റി ടോക്സിക് എന്നുകൊണ്ട് മഞ്ഞളിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നും പറയുന്നുണ്ട്. അതായത് മഞ്ഞളും നെല്ലിക്കയും കൂടി നല്ലൊരു ഈ പ്രമേഹത്തിലൊക്കെ അഗ്രൗഷധമായിട്ട് മഞ്ഞളും നെല്ലിക്കയും കൂടി പറയുന്നുണ്ട്. അതിൽ മഞ്ഞൾ ഇപ്പോൾ അടുത്ത കാലത്തൊരു ഒരു അമേരിക്ക എന്നാണ് തോന്നുന്നു, അവിടെ റിപ്പോർട്ട് കണ്ടിരുന്നു, നല്ലൊരു ആൻറ്റി ക്യാൻസറസ് ആയിട്ട് മഞ്ഞളുണ്ട്. അത് കുർക്കുമിൻ എന്നുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഒരു പരിധി വരെ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുക വെച്ചാൽ മഞ്ഞൾ വളരെയധികം ഗുണങ്ങളുള്ള ഒരു മഞ്ഞൾ എന്ന സിംഗിൾ ഡ്രഗാണെങ്കിലും ഒരു ദിവസം പല അസുഖങ്ങൾക്കും മഞ്ഞളൊരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഡയബറ്റിക് കേസുകളിലും ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ്, ബീറ്റാസിലിൻ്റെ ആക്ഷൻ കുറച്ചുകൊണ്ട് ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് മഞ്ഞൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തന്നെ പ്രോഡക്റ്റിൻ്റെ നിശാമല ചൂർണ്ണം, അതുപോലെ നിശാകഥാതി കഷായം, ഇതൊക്കെ ഡയബറ്റിക്കിൽ വളരെയധികം നമുക്ക് ഫലം കണ്ടിട്ടുള്ള മരുന്നുകളാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെങ്ങും പൂക്കുലാദി രസായനം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു ലേഹ്യമാണിത്. എന്നാലിത് പൂർവികർ വളരെ മുമ്പ് തന്നെ ഇതിൻ്റെ ഫലസിദ്ധി മനസ്സിലാക്കി വീടുകളിൽ തന്നെ തെങ്ങിൻ്റെ പൂക്കുല ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം, പച്ചമഞ്ഞളും അതുപോലെ മറ്റ് അയമോദകം, ഉലുവ തുടങ്ങിയ മറ്റ് പൊടിമരുന്നുകളും ചേർത്തുണ്ടാക്കുന്ന വളരെ വിലപ്പെട്ടതായ ഈ ഔഷധം വീട്ടിൽ തന്നെ ഉണ്ടാക്കി പ്രസവിച്ച് ഉടനെ സ്ത്രീകൾക്ക് നൽകുന്നതിനും അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്കും, സന്ധിവാതം, അതുപോലെ സന്ധികൾക്കുണ്ടാകുന്ന വേദന മുതലായ അവസരങ്ങളിൽ ഇത് വളരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഔഷധമാണ്. മുൻകാലങ്ങളിൽ ആ പൂർവികർ അന്ന് തന്നെ ഈ ഔഷധ മൂല്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെന്നും നാം ഇന്ന് ഉപയോഗിക്കുന്ന ഈ രൂപത്തിൽ അന്ന് വീടുകൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. ഇതിലൊരു പ്രധാന ഘടകമാണ് മഞ്ഞൾ. മഞ്ഞളിനെ ഉണക്കി പൊടിച്ച് അതിൽ സൂക്ഷ്മ ചൂർണമാക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ മഞ്ഞൾപ്പൊടിക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. അത് വ്രണരോപണമായിട്ടും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ വന്നുപെടാതെ ആൻറ്റി ഇൻഫെക്ഷണറി അല്ലെങ്കിൽ നീർക്കെട്ടും ഇൻഫെക്ഷനും ഉണ്ടാക്കാതിരിക്കുന്നതിനുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഈ മഞ്ഞൾപ്പൊടി. അങ്ങനെയുള്ള ഈ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടാക്കുന്ന ഈ തെങ്ങുംപൂക്കുലാദി രസായനം ആ പ്രസവരക്ഷയായിട്ടും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളിൽ
സന്ധികൾക്കുണ്ടാകുന്ന വേദന, നടുവേദന തുടങ്ങിയുള്ള അവസ്ഥകളിലും നൽകി വരുന്നു. ഈ മഞ്ഞൾപ്പൊടിക്കും അതുപോലെ തന്നെ മറ്റ് ഔഷധങ്ങൾക്കുമുള്ള ആ നീർക്കെട്ടിനെ വലിക്കുന്നതിനുള്ള ശക്തിയാണ് ഒരു പരിധിവരെ ഇതിനെ ഈ ഔഷധത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത്.